ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഈ ഫുഡിൻ്റെ പുറകിലുള്ള ആളുകളായി നിൽക്കുന്നത് ഇത് രാജൻ ചേട്ടൻ വരുന്നത് പരിചയപ്പെടുത്തി കേട്ടോ. ഇത് എൻ്റെ ഭാര്യ, അതെൻ്റെ പെങ്ങള്, അതും എൻ്റെ പെങ്ങളാണ്. മൊത്തം കുടുംബക്കാരാണ്. മാത്രമേ ഉള്ളൂ. ആരാണ് ഞങ്ങളെ രക്ഷപ്പെടുത്തിയത്. താങ്ക് യു. ഇതിൽ പരം നല്ലൊരു ഇത് കിട്ടാനില്ലല്ലോ. അപ്പോൾ എനിക്ക് ചെയ്യാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോയിൽ നിന്ന് എന്തെങ്കിലും വരുമാനം എനിക്ക് കിട്ടുകയാണെങ്കിൽ അത് രാജൻ ചേട്ടൻ്റെ കുടുംബത്തിന് വേണ്ടി മാറ്റിവെക്കുക എന്നതാണ്. നമസ്കാരം, സജീസ് ഇന്നോവേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ വിഷമത്തോടെയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലിരിക്കുന്നത്. അതായത് ഏകദേശം ഒരു 2.5 വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ആ വീഡിയോ നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. ആ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിരുന്നത് എന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്ന, അതായത് ഹരിപ്പാട് അമ്പാലശ്ശേരി കടവ് എന്ന സ്ഥലത്ത് വീട്ടിൽ ഊണ് നടത്തുന്ന രാജൻ ചേട്ടൻ എന്നൊരാളെക്കുറിച്ചാണ്. അപ്പോൾ രാജൻ ചേട്ടനും ഞാനും തമ്മിലുള്ള ആത്മബന്ധം, ആ ബന്ധം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഇന്നലെ വളരെ ഷോക്കിംഗ് ആയിട്ട് ഒരു ന്യൂസ് എൻ്റെ മുന്നിലേക്ക് എത്തി. രാജൻ ചേട്ടൻ മരിച്ചുപോയി, നമ്മളെ വിട്ടു പോയി എന്നുള്ള കാര്യം 2-3 പേര് എന്നെ വിളിച്ചു പറഞ്ഞു. ശരിക്കും ഷോക്ക്ഡായിപ്പോയി. കാരണം അവസാനമായിട്ട് കാണുമ്പോഴും ഒരുപാട് സമ്മാനങ്ങൾ, അതായത് ഹോം മെയ്ഡ് പിക്കിൾ, പിന്നെ ഹോം മെയ്ഡ് വിനെഗർ ഒക്കെ തന്നാണ് എന്നെ യാത്രയാക്കിയത് രാജൻ ചേട്ടൻ. അപ്പോൾ ശരിക്കും രാജൻ ചേട്ടനെ കുറിച്ച് പറയുമ്പോൾ ഞാനൊരു വ്ളോഗർ ആയെങ്കിൽ, അല്ലെങ്കിൽ ഞാനൊരു യൂട്യൂബർ ആയെങ്കിൽ അതിൻ്റെ പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രേരക ഘടകമായിരുന്നു രാജൻ ചേട്ടൻ. ചേട്ടനിത് അറിയില്ല, പക്ഷെ അതാണ് സത്യം. വളരെ യാദൃച്ഛികമായിട്ടാണ് ഞാൻ ചേട്ടൻ്റെ മുന്നിലേക്ക് ഉച്ചയൂണ് കഴിക്കാൻ വേണ്ടി എത്തുന്നത്. അപ്പോൾ അവിടെ എനിക്കുണ്ടായ അനുഭവങ്ങൾ, അവിടെ എനിക്ക് കിട്ടിയ സ്നേഹം, അവിടെ ഞാൻ കണ്ട കാര്യങ്ങൾ എല്ലാം ഉൾപ്പെടുത്തിയിട്ട് എൻ്റെ ഫേസ്ബുക്കിൽ ഞാനൊരു പോസ്റ്റ് അപ്ലോഡ് ചെയ്തായിരുന്നു. ആ സമയത്ത് എനിക്ക് യൂട്യൂബ് ചാനലൊന്നുമില്ല. ഈ പോസ്റ്റിന് കിട്ടിയ വമ്പൻ സ്വീകരണം, അതിന് കിട്ടിയ അക്സെപ്റ്റൻസാണ് രാജൻ ചേട്ടൻ്റെ ജീവിതത്തിന് ആകെ മാറ്റിമറിച്ചത്. ആ വിജയം ചേട്ടൻ പലപ്പോഴും ഞാനുമായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. അതിനുശേഷം ഇടയ്ക്കിടെ ഞാൻ രാജൻ ചേട്ടനെ കാണാൻ പോകാറുണ്ട്. അപ്പോൾ ഈ ഒരു ബ്ലോഗ്, അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റ് കണ്ടതിന് ശേഷം പല ഫ്രണ്ട്സും എന്നെ വിളിച്ച് പറഞ്ഞു, നിനക്ക് എന്തൊക്കെയോ കഴിവുകളുണ്ട്, നീ ഒരു ബ്ലോഗർ ആയിക്കൂടെ, അല്ലെങ്കിൽ വ്ളോഗർ ആയിക്കൂടെ, നിനക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടെ എന്ന് ചോദിച്ചു. അതിനെ തുടർന്ന് തന്നെയാണ് ശരിക്കും ഞാൻ ഇവിടേക്ക് എത്തിച്ചേർന്നത്. എന്തായാലും മരണം അറിഞ്ഞ് ഞാൻ അവിടേക്ക് വിളിക്കുമ്പോൾ അവിടെ ഈ കർമ്മങ്ങളൊക്കെ നടക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ അറിഞ്ഞത് പെട്ടെന്നുണ്ടായൊരു ക്ഷീണം, അല്ലെങ്കിൽ ഒരു തളർച്ചയെ തുടർന്നാണ് ചേട്ടൻ മരിച്ചു പോയതെന്നാണ്. എന്തായാലും ഇനിയെന്ത് വേണം എന്ന ചോദ്യവുമായിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഓടി നടക്കുന്ന ആ ചേട്ടൻ ഇന്ന് മുന്നിൽ ഇല്ല, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഇല്ല എന്ന് ഓർക്കുമ്പോൾ വളരെയധികം വിഷമമുണ്ട്. എന്തായാലും ആ യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇനി ആകെ ചെയ്യാവുന്നത് ചേട്ടൻ്റെ ആത്മാവിൻ്റെ നിത്യശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണ്. പിന്നെ ഈ സിറ്റുവേഷൻ ഫേസ് ചെയ്യാൻ ആവശ്യമായൊരു ആത്മധൈര്യം ചേച്ചിക്കും മക്കൾക്കും കൊടുക്കട്ടെ എന്നും കൂടെ ഞാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ആശിക്കുന്നു. അപ്പോൾ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിൻ്റെ ഒപ്പം ഒരു കാര്യം കൂടെ എനിക്ക് രാജൻ ചേട്ടന് വേണ്ടി ചെയ്യാൻ പറ്റും, അത് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാം. ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിൻ്റെ പിന്നിലെ പ്രേരക ഘടകം രാജൻ ചേട്ടനാണ്. അപ്പോൾ ഒരു യൂട്യൂബർ എന്ന നിലയ്ക്ക് കുറച്ച് വരുമാനമൊക്കെ എനിക്കും വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ രാജൻ ചേട്ടനെ കുറിച്ച് അന്ന് ചെയ്ത ആ വീഡിയോ ഉണ്ടല്ലോ, അത് അധികം പേരൊന്നും ആ സമയത്ത് കണ്ടിട്ടില്ല. ഇപ്പോൾ ചിലപ്പോൾ ചേട്ടൻ മരിച്ചതിന് ശേഷമായിരിക്കാം കുറേ പേര് സെർച്ച് ചെയ്തിട്ട് ആ വീഡിയോ വീണ്ടും കാണുന്നുണ്ട്. അത് വലിയൊരു വ്ളോഗാക്കിയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ കുറേ കട്ട് ചെയ്തിട്ട് ഒരു വീഡിയോ ആക്കിയിട്ട് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അപ്ലോഡ് ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് ചെയ്യാവുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോയിൽ നിന്ന് എന്തെങ്കിലും വരുമാനം എനിക്ക് കിട്ടുകയാണെങ്കിൽ അത് രാജൻ ചേട്ടൻ്റെ കുടുംബത്തിന് വേണ്ടി മാറ്റിവെക്കുക എന്നതാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെയും കാണുക. പിന്നെ രാജൻ ചേട്ടനെ അറിയാവുന്ന നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തുക്കളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ചേട്ടനെക്കുറിച്ച് അറിയണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഫ്രണ്ട്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ, ഫാമിലി മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, നമസ്കാരം. സജീസ് ഇന്നോവേഷൻസിൻ്റെ വളരെ വ്യത്യസ്തമായ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നതിൻ്റെ 51ാമത്തെ എപ്പിസോഡാണ്. 51ാമത്തെ എപ്പിസോഡ് എന്ന് പറയുമ്പോൾ ബാക്കി 50 എപ്പിസോഡ് കഴിഞ്ഞപ്പോഴും ഞാൻ ഒരു ടോപ്പിക്ക് മാത്രം വിട്ടിരുന്നു. അതായത് ഞാൻ ഫസ്റ്റ് പ്രൊമോ വീഡിയോ കാണിക്കുമ്പോൾ അതിനകത്ത് ഫുഡിങ് എന്നൊരു സെക്ഷൻ ഉണ്ടായിരുന്നു, ഫുഡ് വ്ളോഗ്. പക്ഷേ അങ്ങനെ ഫുഡ് വ്ളോഗൊന്നും എനിക്കിതുവരെ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇന്ന് 51ാമത്തെ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് എൻ്റെ ഫുഡ് വ്ളോഗാണ്. ഫുഡ് വ്ളോഗ് ഇത്രയും ലേറ്റായതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇന്ന സ്ഥലത്ത് നിന്ന് തുടങ്ങണം എന്നെനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനൊക്കെ കാരണം കുറേ നീണ്ടുപോയി ആ ഒരു ഷൂട്ട്. അപ്പോൾ അതിന് ഇന്ന് ഞാൻ പുറപ്പെടുകയാണ്. ഞാൻ എവിടെയാണെന്ന് ഞാൻ വഴിയെ പറയാം. ശരിക്കും ഹരിപ്പാട് എന്നൊരു സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത്. ഹരിപ്പാട് എന്ന് പറയുമ്പോൾ ട്രിവാൻഡ്രത്ത് നിന്ന് ഒരു 115 കിലോമീറ്റർ അകലെയാണ്. 3-3.5 മണിക്കൂർ ട്രാവൽ ഉണ്ടാവും. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ അങ്ങോട്ട് പോവുകയാണ്. അവിടെ ഞാനുമായിട്ട് വളരെ ബന്ധമുള്ള ഒരു ആളുണ്ട്.
അപ്പോൾ എന്താ സംഭവം എന്ന് പോകുന്ന വഴിക്ക് ഞാൻ പറയാം. സോ എങ്ങനെയായാലും ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. അത്രയും മനോഹരമായൊരു എപ്പിസോഡായിരിക്കും ഇതെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഹരിപ്പാട് ജംഗ്ഷൻ കഴിഞ്ഞിട്ട് ഒരു 2 കിലോമീറ്റർ മുന്നോട്ട് റൈറ്റ് സൈഡ് ഹുദ ട്രസ്റ്റ് എന്നൊരു ഹോസ്പിറ്റൽ കാണുന്നുണ്ട്. ഈ ഹുദ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കഴിഞ്ഞ് കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ ഈ സ്ഥലത്തിന് നാരകത്തറയെന്നോ എന്താ പറഞ്ഞത് എനിക്ക് തോന്നുന്നു. അല്പം മുന്നോട്ട് വരുമ്പോൾ അത് ലെഫ്റ്റിലേക്കൊരു വഴിയുണ്ട്. ഇവിടെയൊക്കെ തിരിഞ്ഞ് ഈ ജംഗ്ഷൻ ഡാണാപ്പടി എന്നാണ് പറയുക. അപ്പോൾ ഇത് വളരെ ഒരു ചെറിയ റോഡുണ്ട് ആ ഭാഗത്തേക്ക് പോകാൻ. ഞാൻ പറയാം എവിടേക്കാണ് പോണേന്ന്. നമ്മളൊരു രാജൻ ചേട്ടൻ എന്നൊരാളെ കാണാനാണ് പോണേ. രാജൻ ചേട്ടൻ എന്ന് പറയുമ്പോഴത്തേക്ക് വീടുമായിട്ട് ചേർന്ന് ചെറിയൊരു റെസ്റ്റോറൻറ്റ് എന്ന് പറയാൻ പറ്റില്ല നടത്തുന്ന ഒരാളാണ്. അപ്പോൾ അത്യാവശ്യം കുറച്ച് പേർക്ക് ഫുഡ് ഉണ്ടാക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇത് ഒരു കഥ എന്താ വെച്ചാൽ, ഞാനിപ്പോൾ ഒഫീഷ്യലി അല്ലെങ്കിൽ ജോലിയുടെ ഭാഗമായിട്ട് ഓൾ കേരള ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എവിടെ പോയാലും വെറൈറ്റി ഫുഡ് കഴിക്കുക, അവിടുത്തെ വെറൈറ്റി ഫുഡ് കഴിക്കുക എൻ്റെ ഒരു ഹോബിയാണ്, അല്ലെങ്കിൽ ഒരു ഇഷ്ടങ്ങളിൽ ഒന്നാണത്. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഹരിപ്പാട് വർക്കിന് വരുമ്പോഴത്തേക്ക് ഇവിടെ വർക്ക് ചെയ്യുന്ന റെപ്രസെൻറ്റേറ്റീവ് അല്ലെങ്കിൽ ഇവിടുത്തെ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് എന്നെ കൊണ്ട് കഴിക്കാൻ വന്നൊരു സ്ഥലമാണ് ഈ രാജൻ ചേട്ടൻ്റെ റെസ്റ്റോറൻ്റ് എന്ന് പറയുന്നത്. അപ്പം ഞാനും എന്താ പറയുക, ഇത്രയും നല്ല രസമുള്ള സ്ഥലമാണ്. വളരെ ഹാപ്പി ആയിട്ടാണ് അവിടേക്ക് പോയത്. പോകുമ്പോൾ വളരെ ചെറിയൊരു വീടിൻ്റെ ചെറിയൊരു സ്പേസിൽ കുറച്ച് പേർക്ക് 4-5 പേർക്ക് ഇരിക്കാവുന്ന സ്ഥലത്ത് ഊണ് ഉണ്ടാക്കി കൊടുക്കുന്നു രാജേട്ടനും ഭാര്യയും കൂടെ. പക്ഷേ ഞാൻ സത്യമായിട്ടും പറയുകയാണ്, വളരെ ഹാപ്പി ആയിട്ട് അത്രയും ടേസ്റ്റി ആയിട്ട് കുറേ വിഭവങ്ങൾ വെച്ചിട്ട് ഒരു ഫുഡ് എനിക്ക് അവിടെ കഴിക്കാൻ പറ്റി. എല്ലാം കൂടെ ആകെ 100 രൂപ പുള്ളി ചാർജ് ചെയ്തുള്ളൂ. ഞാൻ അത് കഴിഞ്ഞ് കുറച്ച് സമയം വെയിറ്റിംഗ് ഉള്ള സമയത്ത് അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പോസ്റ്റ് വെറുതെ എൻ്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പുള്ളിയുടെ കുറേ ഫോട്ടോസും എൻ്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് അവിടെ എനിക്കുണ്ടായ അനുഭവം ചെറിയൊരു പോസ്റ്റായിട്ട് എൻ്റെ ഫേസ്ബുക്കിലിട്ടായിരുന്നു. അപ്പം ഈ ഒരു സംഭവം ഈ ഫേസ്ബുക്കിൽ ഞാനിട്ട സംഭവം ഭയങ്കരമായിട്ട് വൈറലായി എന്ന് പറയാൻ പറ്റില്ല, ഭയങ്കരമായിട്ട് ക്ലിക്കായി. അന്നേരം എനിക്ക് ഫേസ്ബുക്കിൽ ആകെ ഒരു 1500 ഫ്രണ്ട്സൊക്കെ ഉള്ളൂ. പക്ഷെ എനിക്ക് തോന്നുന്നു 1500 പേരോളം ഈ പോസ്റ്റ് ഷെയർ ചെയ്തു, 2000-ലധികം പേര് ഇത് ലൈക്ക് ചെയ്തു. അങ്ങനെ രാജൻ ചേട്ടൻ്റെ റെസ്റ്റോറൻറ്റിൻ്റെ അതുവരെയുള്ള സംഭവം ഫുൾ അങ്ങോട്ട് മാറി. അടുത്ത ദിവസം മുതൽ ഭയങ്കര തിരക്കും കാര്യങ്ങളും. അപ്പം അതിനുശേഷം രാജേട്ടനെ കാണുമ്പോൾ ചേട്ടൻ പറഞ്ഞതെന്ന് വെച്ചാൽ, സാറേ അതുവരെ ഒരു 10-20 ഊണോ മാത്രം വിറ്റുന്ന സ്ഥലത്ത് ഇപ്പോൾ ഒരു 100 ഊണിലധികം ഞങ്ങൾക്ക് വിറ്റു പോകുന്നുണ്ട്. അല്ലെ 100 പേരോളം കഴിക്കാൻ വരുന്നുണ്ട്. കുറേ പേര് ഓവർ ഫോൺ വിളിച്ചിട്ട് അപ്പോയിൻമെൻറ്റ് എടുക്കുന്നുണ്ട്. നേരത്തെ എന്താ പറയുക ഫുഡ് കരുതി വയ്ക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ ക്ലിക്കായ ഒരു റെസ്റ്റോറൻ്റാണ് രാജൻ ചേട്ടൻ്റെ ഈ ഒരു സംഭവം. അതിന് ഹോട്ടലിൻ്റെ പേരൊന്നുമില്ല. നിങ്ങൾ ഈ വഴിക്ക് വരുവാണെങ്കിൽ കയറി കഴിച്ചു നോക്കുക. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള ഫുഡാണ് ഇവിടെ കിട്ടുക. അപ്പോൾ ഒരു ഫുഡ് വ്ലോഗ് ചെയ്യുമ്പോൾ അത് രാജൻ ചേട്ടൻ്റെ എന്താ പറയുക റെസ്റ്റോറൻ്റിൽ നിന്ന് ആയിക്കോട്ടെ എന്ന് കരുതിയത് കാരണമാണ് ഇത്രയും കാലം നീണ്ടുപോയത്. ഇന്നിപ്പോൾ അവസരം കിട്ടിയപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വരുന്ന കാര്യം ഇപ്പം ചേട്ടനോട് പറഞ്ഞിട്ടില്ല. അപ്പം അവിടെ പോയിട്ട് നമുക്ക് കാണാം എന്തൊക്കെയാണ് അവിടുത്തെ വിഭവങ്ങളെന്ന്. അതായത് ഈ വഴി ഭയങ്കര രസമുള്ള വഴിയാണ് കേട്ടോ. ഒരു 4.5 കിലോമീറ്റർ, ഞാൻ പറഞ്ഞ ഡാണാപ്പടി എന്ന് പറഞ്ഞ ജംഗ്ഷനിൽ നിന്ന് ഒരു 4.5 കിലോമീറ്റർ ഉണ്ടാവും അവിടേക്ക്. ഇതേ നമ്മൾ ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്. റൈറ്റ് സൈഡിൽ നോക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഇതിന് അമ്പലാശ്ശേരി കടവ് എന്നായി സ്ഥലത്തിന് പറഞ്ഞ പേര് കേട്ടോ. ഇവിടുത്തെ കടവുണ്ട് ശരിക്കും. എൻ്റെ റെസ്റ്റോറൻറ്റ് മുന്നിലായിട്ട് തന്നെ ഒരു കായൽ ഇറക്കി വന്നിട്ടുണ്ട് കഴിക്കാൻ. അത്യാവശ്യം തിരക്കൊക്കെ കണ്ടോ. ശരിക്കും ഒരു ഉൾപ്രദേശമാണ് കണ്ടോ. അപ്പോൾ ഞങ്ങൾ അത്യാവശ്യം ഒരു സ്ഥലമൊക്കെ ഒപ്പിച്ച് വണ്ടി പാർക്ക് ചെയ്തു. ഇവിടേക്ക് ഇറങ്ങുകയാണ്. നമുക്ക് രാജേട്ടനെ കാണാം. ഇതേ ഈ സ്ഥലത്തിൻ്റെ ഭംഗി നിങ്ങളെല്ലാം കണ്ടോ. ഇതാണ് ഒളിച്ചിരുന്നു കൊണ്ട് എൻ്റെ ക്യാമറ കൈകാര്യം ചെയ്യുന്ന എൻ്റെ സുഹൃത്ത് ഉദയ് എന്നാണ് പേര്. ഉദയ് കൃഷ്ണൻ. ഇതെന്നെ ക്യാമറാമാൻ. വീട്ടിലെ വീഡിയോസൊക്കെ എടുക്കുന്ന മോനാണ്. ഞങ്ങളുടെ എന്താ പറയുക പുറത്ത് പോകുമ്പോൾ ഈ ട്രാവൽ വ്ളോഗ്സ് അതുപോലെ ഈ ഫുഡ് വ്ളോഗ്സ് ഇതിനൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് ഉദയനാണ്. സോ താങ്ക് യു. എന്തായാലും പറയാനുണ്ടോ? എനിക്ക് ട്രാവൽ ചെയ്യാനും ഇഷ്ടമാണ്. വർത്താനം പറഞ്ഞ് ഇങ്ങനെ കുറേ ഡ്രൈവിന് പോകാനും ഇഷ്ടമാണ്. എന്നിപ്പോൾ കുറേ ഡ്രൈവ് ചെയ്തല്ലോ. അപ്പോൾ സൈച്ചേട്ടനെ പരിചയപ്പെട്ടപ്പോൾ നല്ലൊരു കമ്പനിയായി. ഓഫീസ് ഇല്ലാത്ത ദിവസം നമുക്ക് സ്ഥലം കാണാനുള്ളതാണ് പരിപാടി. യെസ്. അപ്പോൾ സജീസ് ഇന്നോവേഷൻ എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.
താങ്ക് യു. അടിപൊളി സ്ഥലമാണ്. അടിപൊളി സ്ഥലമാണ്. ഈ ഹോട്ടൽ എന്ന് പറയുന്നത് നമ്മൾ കാണിച്ചല്ലോ, അത് ചെറിയൊരു പ്ലേസ് ആണ്. ആ ചേട്ടനെ ഞാനിപ്പം സൈച്ചേട്ടൻ പറഞ്ഞിട്ടേ ഞാൻ അറിയുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഭയങ്കര തിരക്കാണ് അവിടെ. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. ഫുഡ് കഴിച്ചിട്ട് ബാക്കി പറയാം. ഓക്കെ. എല്ലാവരും ഉണ്ടോ? ഇതേ വഞ്ചി കണ്ടപ്പോൾ നമ്മുടെ സുഹൃത്തിന് വഞ്ചിയിലെ യാത്രേൻ്റെ ആഗ്രഹം. ഞങ്ങൾ വഞ്ചിയിലേക്ക് കയറുവാണ്. ഇവിടെ താഴെ നിൽക്കാൻ പറ്റുമോ? ബൈക്ക് ഇതിൽ കൊണ്ടുപോകും അല്ലേ നിങ്ങൾ? യെസ് ഈശ്വര. ഞങ്ങളും കയറി വഞ്ചിയിലോട്ട്. എന്താ ഈ ആറിനെന്താ പറയാ? ഈ പല്ലനയാർ. ഓക്കെ, ഇത് പല്ലനയാറാണ് കേട്ടോ. ഒരു പാട്ടില്ലേ? പല്ലനയാറ്റിൻ പാട്ടില്ലേ? ഉണ്ട്. അതെ 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 അതെ, അങ്ങനെ ഒരു പാട്ടുണ്ട്. വേറൊരു പാട്ടുണ്ട്, പല്ലനയാറ്റിൽ. അങ്ങനെയല്ലേ? എനിക്ക് തെറ്റിപ്പോയിട്ടുണ്ടാവും. കണ്ട ഒരു നൈസ് ട്രിപ്പാണ് പല്ലനയാറ്റിലൂടെ. ഇവിടുത്തെ ഫിഷാണ് ശരിക്കും അവിടെ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ ഉപയോഗിക്കുക. രാജേട്ടൻ്റെ ഇനി പറയൂ, എങ്ങനെയുണ്ടായിരുന്നു ഫുഡ്? നല്ല അടിപൊളി ഫുഡായിരുന്നു. എല്ലാം നല്ല കറികളെല്ലാം നല്ല സ്വാദിഷ്ടമായ കറികളായിരുന്നു. ഞങ്ങൾ കേട്ടറിഞ്ഞു, ഞങ്ങൾക്ക് നഷ്ടമില്ല. ഞാനും കേട്ടറിഞ്ഞ ഒരു പ്രാവശ്യം വന്ന ആളാണ്. അതിനുശേഷം നല്ല നമുക്ക് എത്ര കഴിച്ചാലും ഇരുന്നങ്ങ് കഴിച്ചു പോകും. ആ രീതിയിലുള്ള ഭക്ഷണമായിരുന്നു. എന്താ പേര്? നിങ്ങളുടെ പേര്? കവിത. കവിത. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഞങ്ങളൊന്ന് കയറി കാണട്ടെ എന്താ പരിപാടിനകത്ത്. ഓ, ചേട്ടൻ്റെ ഫോട്ടോ എടുക്കാനൊക്കെ ഡിമാൻഡാണല്ലോ ഇപ്പോൾ. കളിയാ കണ്ടോ? ചേട്ടൻ്റെ ഡിമാൻഡ് കണ്ടോ? സെൽഫി എടുക്കാനാ? അപ്പോൾ ചേട്ടൻ അങ്ങോട്ട് നിൽക്കണം. ഞങ്ങളുടെ കൂടെ 10-60 പേരുണ്ട്. അവരെല്ലാരും വരും കേട്ടോ ചേട്ടാ. ഭക്ഷണം കഴിക്കാൻ കഴിക്കാൻ വന്നിട്ട് ഫ്രണ്ട്ഷിപ്പാണ്. ഇടയ്ക്കട വരാറുണ്ട്. 100 കിലോമീറ്ററിനപ്പുറത്തൊന്നും വരികയല്ലേ. ഞാനന്ന് വരുമ്പോൾ ഇത്രയും സ്ഥലം മാത്രമേ ഉള്ളൂ. പിന്നെ എക്സിബിഷൻ എങ്ങനെയുണ്ട് ഫുഡൊക്കെ? കുറേ ഐറ്റംസ് ഉണ്ടല്ലോ. റേറ്റൊന്നും മാറിയിട്ടല്ല തോന്നുന്നു, പഴയ റേറ്റ് തന്നെ. എന്താണ് നമ്മുടെ രാജൻ ചേട്ടൻ്റെ ഷോപ്പിനെ കുറിച്ചുള്ള അഭിപ്രായം? വളരെ നല്ല അഭിപ്രായം. കാരണം നമുക്കറിയാം, തിരുവനന്തപുരം പോലുള്ള സിറ്റികളിലൊക്കെ ചെന്നാൽ നല്ല ഭക്ഷണം കിട്ടാനുള്ള ഭക്ഷണം അവിടെ നമുക്ക് അറിഞ്ഞിട്ടുള്ളവരാണ്. അവിടെ ജോലി ചെയ്തിട്ടുള്ളത്. അതെ അതെ. അതേസമയം ഇവിടെ നിന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ള ഫുഡാണ്. അതിന് ഇത്രയും കുറഞ്ഞ ചിലവ് വില വേറെ കിട്ടില്ല. കാരണം കക്ക, ഇറച്ചി, മീൻ വറുത്തത്, കപ്പ, പിന്നെ എത്ര 4 കൂട്ടം കൂട്ടാന്, പിന്നെ തൈര് തരും. പ്രത്യേകം നമുക്ക് വലിയ തൈര് തരുന്നുണ്ട്. പിന്നെ വളരെ സ്നേഹമായ പെരുമാറ്റം. ഇതെല്ലാം വളരെ നമ്മളെ ആകർഷിക്കുന്ന ഘടകങ്ങളാണ്. ഏറ്റവും നല്ല ഘടകം എന്ന് പറഞ്ഞാൽ നല്ല ഭക്ഷണം ഏറ്റവും കുറഞ്ഞ വിലയിൽ കിട്ടും. അത് വേറെ കിട്ടില്ല. എത്ര അൺലിമിറ്റഡ് ആയിട്ട് കക്ക, ഇറച്ചിയോ കപ്പയോ ഒക്കെ എത്ര ചോദിച്ചാലും തരും. ഒരു കൂട്ടാനും ലിമിറ്റില്ല. മതിയോ എന്നാണ് ചോദിക്കുന്നത്. നമ്മുടെ വീട്ടിൽ കിട്ടുന്നതിനേക്കാളും സ്നേഹമായിട്ടാണ് അദ്ദേഹം നമുക്ക് തരുന്നത്. ഒരിക്കലും ഒരു പൈസ ആഗ്രഹിച്ചുള്ള കച്ചവടമല്ല അദ്ദേഹം നടത്തുന്നത്. അതാണ് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. എനിക്കറിയാം, എനിക്ക് ചേട്ടനെ പേഴ്സണലി അറിയാം. അതാണ് ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. ഓക്കെ ഓക്കെ. ഇവിടെ കഴിക്കാൻ വേണ്ടി മാത്രം വന്നാണോ? കഴിക്കാൻ വേണ്ടി വരും. ഇവിടെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടതാണ്. കാരണം വേറെ ഏത് ഹോട്ടലിൽ കിട്ടുന്നതിനേക്കാളും നല്ല ഭക്ഷണം, കുറഞ്ഞ ചെലവ്, അതിനേക്കാളും നല്ല പെരുമാറ്റം, നല്ല സ്നേഹപൂർവമായ പെരുമാറ്റം. അതെ അതെ. ഒരു മൂത്ത സഹോദരൻ എങ്ങനെയാണോ അതുപോലെയാണ് അദ്ദേഹം പെരുമാറുന്നത്. ഒരു വലിയ കാര്യമാണ്. ഓക്കെ, നല്ല താങ്ക് യു. ഞങ്ങളും കഴിക്കാം, വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ വേറൊരു റെസ്റ്റോറൻറ്റിൻ്റെ ഓണറാണ് ഇവിടെ കഴിക്കാൻ വന്നിരിക്കണേ. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഫുഡ്? എങ്ങനെയുണ്ട്? വേറെ റെസ്റ്റോറൻറ്റ് ഓണർ ആകുമ്പോൾ ശരിക്കും അത് കമ്പയർ ചെയ്യുമല്ലോ. എങ്ങനെയുണ്ട് ഒന്നുകൂടെ ഇവിടെ? രാജേട്ടൻ ഇടയ്ക്കൊരു ഹായ് പറഞ്ഞു ഇങ്ങോട്ട് നോക്കിയിട്ട്. ഭയങ്കര തിരക്കല്ലേ? ചേച്ചി എന്തിയപ്പോ?
ഇത് ഇവിടെ രണ്ടുപേര് ഭംഗിയായിട്ട് കഴിച്ചു തീർത്തു, മുള്ളു മാത്രം ബാക്കിയിരിപ്പുണ്ട്. ഞങ്ങൾ വന്നപ്പോൾ ലേറ്റായി പോയി. എവിടെ ഞങ്ങൾ ആലുവ. ഇവിടെ എങ്ങനെ എത്തി? സെറ്റപ്പ്. ഇതിനും വന്നിട്ടുണ്ടോ? ഓ, എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട്? ഞാനും കഴിച്ചു, 2 പ്രാവശ്യം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ ടേസ്റ്റ് കൊണ്ട് ഞാൻ ട്രിവാൻഡ്രത്ത് വന്നാണ്. നല്ല ഭംഗിയായിട്ട് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അല്പം വേസ്റ്റ് ആക്കിയിട്ടില്ല. അല്ല, വേസ്റ്റ് കണ്ടില്ല എങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഫുഡ് അത്രയും ടേസ്റ്റി എന്നുള്ളതാണ് അല്ലേ? ഞാനും അതാണ്. ഇഷ്ടമുള്ള ഫുഡാണെങ്കിൽ അല്പം പോലും വേസ്റ്റ് ഉണ്ടാവില്ല, എല്ലാം കഴിയും. അപ്പോൾ തിരക്കെല്ലാം ഒഴിഞ്ഞ സമയം നോക്കി ഞങ്ങളിതേ കഴിക്കാൻ കയറിയിരിക്കുകയാണ്. രാജൻ ചേട്ടൻ റെഡിയാണ് ഞങ്ങൾക്ക് വിളമ്പാൻ വേണ്ടി. വെയിറ്റ് ചെയ്യണം. ചേട്ടൻ എന്താ പറയാനുള്ളത്? പറ, ഇപ്പല്ലേ പറയാൻ പറ്റുള്ളൂ. ഞങ്ങളിത് തുടങ്ങിയിട്ട് 26 വർഷമായി. സാറാണ് ആദ്യം ഇവിടെ വന്ന് ഞങ്ങളുടെ വീഡിയോ പിടിച്ച് ഇത്രയും പബ്ലിസിറ്റി ആയി. ഈ സാറാണ് ഞങ്ങൾ ആദ്യമായിട്ട് വീഡിയോ പിടിച്ച് തരുന്നത്. അന്ന് ഞങ്ങളുടെ ചെറിയൊരു പേരായിരുന്നു. അത് വീഡിയോ അല്ല, ഫേസ്ബുക്കിൽ. അതെ അതെ, അതിനുശേഷമാണ് ഇത്രയും ആളായി. ഇപ്പൊ ഭയങ്കര തിരക്കാണ്. സാറാണ് ഞങ്ങളെ സഹായിച്ചത്. അല്ല, നമ്മൾ കാരണം ഒരാൾക്ക് നല്ല സന്തോഷമുണ്ട്. അതെ, അങ്ങനെ സാറ് ഞങ്ങളെ വലിയ നല്ല രീതിയിൽ സഹായിച്ചു, ആത്മാർത്ഥത സഹായിച്ചു. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഇപ്പോഴും കുഴപ്പമില്ല. ഇന്ന് തന്നെ നല്ല തിരക്കല്ലേ. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇത്രയും തിരക്കുണ്ട്. ഞാൻ വരുമ്പോൾ ആരും ഉണ്ടായില്ല ആ സമയത്ത്. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, കാര്യങ്ങളെല്ലാം പോകുന്നുണ്ട്. നമ്മൾ കൊടുക്കുന്ന ആഹാരം എല്ലാം സാറേ ഇങ്ങനെ കൊടുക്കുന്നത്, എല്ലാം വൃത്തിയായിട്ട് ഒക്കെയാണ് കൊടുക്കുന്നത്. അതുപോലെ നമ്മൾ ഈ മറ്റുള്ള നമുക്ക് ഇവിടെ മീൻ കിട്ടും. ഇപ്പൊ തന്നെ ഞാൻ കണ്ടു, കരിയും കൊണ്ടുവന്ന് ഇപ്പൊ കണ്ടു. അങ്ങനെ ഫ്രഷ് മീൻ അല്ലേ, ഇവിടെ തന്നെ പിടിച്ചെടുക്കുക അല്ലേ? പിടിച്ചു കൊടുത്തരും. അപ്പൊ ചേച്ചി ഇതേ വിഭവങ്ങളുമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. യെസ്. ചേച്ചി എന്തെങ്കിലും പറയാനുണ്ടോ ഞങ്ങളെ കുറിച്ച്? ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞു. ആ, പറയ്, എല്ലാവരും കേക്കട്ടെ. ഓ, അത് ചേട്ടൻ പറഞ്ഞു. വേറെ പറയാം. ഓ, താങ്ക് യു. എനിക്കും വളരെ സന്തോഷമുണ്ട് കാര്യത്തിൽ. ചെയ്യാവുന്നതിലും നല്ലൊരു കാര്യം അല്ല. അങ്ങനെ ഞാൻ അങ്ങനെ അത് പോസ്റ്റ് ചെയ്തതല്ല. ഒരു അത്ര ഇഷ്ടപ്പെട്ടതുകൊണ്ടങ്ങ് പോസ്റ്റ് ഇങ്ങനെ ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എനിക്കൊന്ന് പായസം കിട്ടിയായിരുന്നു ഇവിടെ നിന്ന്, സൂചി ഗോതമ്പിൻ്റെ. അപ്പം ഞാൻ ഈ ഫേസ്ബുക്കിൽ സൂചി ഗോതമ്പിൻ്റെ പായസം കിട്ടിയ കാര്യം ഇട്ടായിരുന്നു. അപ്പം പലരും വന്നതിന് പായസം ചോദിക്കാൻ, ഞങ്ങൾക്ക് ഇവിടെ പായസം പറയാമെന്ന്. അന്നെന്താ സ്പെഷ്യൽ പായസമായിരുന്നു അത്. ചേട്ടാ, ഇതെന്തൊക്കെയാണ്? ഇതെനിക്ക് അറിയാവുന്നത് മാങ്ങ അച്ചാറുണ്ട്, കപ്പയുണ്ട്, ഇത് കക്ക അല്ലേ, കക്ക ഇറച്ചി, ഇത് മീൻ വറുത്തത്, ഇത് മീൻ പീരയുണ്ട്, ഇത് പപ്പായ, ഇത് അവിയൽ, സലാഡ്. യെസ്. ഇനി ഇത് സ്പെഷ്യൽ വാവ് കരിമീൻ ഫ്രൈ. ഇതെന്താണ്? ഫിഷ് കറി അല്ലേ, ഗ്രേവി. യെസ്, ഒഴിക്കുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. യെസ്, ചൂരമീൻ അല്ലേ. ഇതെല്ലാം കൂടാതെ ചൂരമീനിൻ്റെ കറിയുണ്ട് കേട്ടോ, എൻ്റെ ഫേവറേറ്റ്. മതി ചേച്ചി, ഞാൻ പിന്നെ കഴിച്ചോളാം. ഇതേ ഉദയനാണ് ആദ്യം കഴിച്ചു തുടങ്ങിയത് കേട്ടോ. വിശക്കുന്നത് വിളിയാണ്. കുറേ സമയമായി ഇപ്പം ഞങ്ങൾ വെള്ളത്തിലൊന്ന് കറങ്ങി അടിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് വന്നപ്പോഴേക്കും ഇവിടുത്തെ തിരക്കൊക്കെ വന്നിരിക്കുന്നു. വെയിറ്റ് ചെയ്തിരുന്ന സംഭവങ്ങളൊക്കെ നമ്മുടെ മുന്നിലെത്തിയിട്ടുണ്ട്. റേറ്റ് ഇപ്പോഴും പഴയതിനല്ലേ ചേട്ടാ? ആ, ചേട്ടൻ ഇപ്പോഴും എല്ലാത്തിനും കൂടി ചേർത്ത് 100 രൂപ മേടിക്കുന്ന കേട്ടോ. ആ, യെസ്. ഓക്കെ. എന്താ പറയുക, ഓക്കെ, ബൈ. അപ്പോൾ ഞാനിനി ഒന്ന് കഴിച്ചു തുടങ്ങട്ടെ. അപ്പോൾ അതെ, ഭംഗിയായിട്ടൊരു ഊണ് കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ്. ഇത് ഞാൻ കഴിച്ച പാത്രത്തിൻ്റെ വൃത്തി കാണുമ്പോൾ അറിയാം എത്രമാത്രം ടേസ്റ്റിയാണ് ഇവിടുത്തെ ഫുഡ് എന്നുള്ളത്. കണ്ടല്ലോ, ആകെയുള്ളത് 2 ചെറിയ മീനിൻ്റെ മുള്ളും ഇച്ചിരി മുളകിൻ്റെ കഷ്ണങ്ങളും, ബാക്കിയെല്ലാം ഫിനിഷ്ഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ എന്ത് ടേസ്റ്റിയാണ് രാജൻ ചേട്ടൻ്റെ ഫുഡ് എന്നുള്ളത്. പിന്നെ ഒരു സാധനം ഇവിടെ ബാക്കി ഇരിപ്പുള്ളത് കരിമീനാണ്. ഇതും ബാക്കി വയ്ക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ആകെ കൺഫ്യൂഷനായി. അവിടെ മീൻ വറുത്തതുണ്ടായിരുന്നു, മീൻ കറി ഉണ്ടായിരുന്നു, കക്കാത്തോരനുണ്ടായിരുന്നു, മീൻ പീര ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ നോൺ വെജ് ആയപ്പോൾ ഒരെണ്ണം ഞാൻ അതിന് ശേഷം കഴിക്കാൻ വേണ്ടി മാറ്റി വെച്ചു. ഞാൻ കഴിക്കുക കേട്ടോ, കഴിക്കാതിരിക്കില്ല എന്തായാലും. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാം. ഉദയം കഴിച്ചിട്ട് അടിപൊളി എന്ന് പറഞ്ഞത്. അടിപൊളിയായിട്ടുണ്ട് ചേട്ടാ, സൂപ്പർ.
അതും ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ നേരെ തിരിഞ്ഞു നോക്കിയാൽ കാണാൻ പറ്റും കായൽ, ആറ് കണ്ടോ. അവിടെ നിന്ന് നേരെ അകത്തേക്ക് കയറുന്ന സാധനം അത്രയ്ക്ക് ഫ്രഷാണ്. എനിക്ക് തോന്നുന്നു വേറെ എവിടെ പോയാലും ഇത്രയും ഫ്രഷായിട്ട് കരിമീൻ നിങ്ങൾക്ക് കിട്ടില്ല. അത്രയ്ക്ക് ടേസ്റ്റിയാണിത്. വേറൊന്ന് പറയാൻ നോക്കിയാലും ഉപ്പ്, എരിവ്, പുളി ഒരു പ്രശ്നമില്ല. എല്ലാം കിടിലായിട്ട്, എല്ലാം ഇതെന്നല്ല, എല്ലാ ഫുഡിലും. പിന്നെ അതേ ചേച്ചി എന്താ പറയുക, പുളിശ്ശേരിയും രസവും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു സ്പെഷ്യൽ സാധനം കൊണ്ടുവന്നിട്ട് കുടിച്ച് നോക്കാൻ പറഞ്ഞിട്ട് അത് ട്രൈ ചെയ്യാൻ പോവാം. ഇവിടെ കഴിക്കുന്നവരുടെ ഒരു സ്പെഷ്യൽ സാധനം എന്ന് പറഞ്ഞാൽ ടേസ്റ്റ് അടിപൊളിയായിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ, സത്യം. അപ്പോൾ ഞാൻ മൊത്തം കാണിച്ച് നിങ്ങളെ കൊതിപിടിപ്പിക്കുന്നില്ല. കഴിച്ചു തീർത്തിട്ട് നമുക്ക് പിന്നെയും കാണാം. അപ്പോൾ ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഈ ഫുഡിൻ്റെ പുറകിലുള്ള ആളുകളായി നിൽക്കുന്നത് ഇത് രാജൻ ചേട്ടൻ വരുന്നത് പരിചയപ്പെടുത്തി കേട്ടോ. ഇത് എൻ്റെ ഭാര്യ, അതെൻ്റെ പെങ്ങൾ, അതും എൻ്റെ പെങ്ങളാണ്. മൊത്തം കുടുംബക്കാരാണ്. മാത്രമേ ഉള്ളൂ, വേറെ ആരും ഇവിടെ ഇല്ല. അത് ഞാൻ ആദ്യം വരുന്ന സമയത്ത് ഇവിടെ ചേട്ടനും ചേച്ചിയും മാത്രം എല്ലാം വിളമ്പാനും സൽക്കരിക്കാനും ഒക്കെ രണ്ടുപേരും തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ വളരെ ഭംഗിയായിട്ട് ഹാൻഡിൽ ചെയ്തിരുന്നു. അത്രയും ചെയ്യാനുള്ള ജോലി ഉള്ളായിരുന്നു. താങ്ക് യു. കേൾക്കുന്നത് വളരെ സന്തോഷമുണ്ട്. ശരിക്കും ഞാനൊരു ഫേസ്ബുക്കിൽ ഇട്ടൊരു കാര്യമാണ് ഒരു വീഡിയോ എന്ന് പറഞ്ഞത്. അത് ഒരുപാട് പേര്, ഞാൻ പറഞ്ഞല്ലോ 2000-ഓളം പേര് അത് ഷെയർ ചെയ്തു. 1500 പേര് ഷെയർ ചെയ്തു. 2000-ലധികം പേര് ലൈക്ക് ചെയ്തു. അങ്ങനെ ഒരുപാട് ഫെയിം വന്നൊരു സംഭവമാണ് രാജേന്ദ്രൻ്റെ സംഭവം. അതിനെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അന്ന് ചേട്ടനെല്ലാം അടുപ്പിച്ച് വന്നിട്ട് ചേട്ടൻ ജോലിക്ക് പോകും. പണിക്ക് പോയിട്ട് ഉച്ച ഒരു 1:30-2 മണിയൊക്കെ ആകുമ്പോൾ വന്ന് ഊണൊക്കെ കഴിഞ്ഞിട്ട് ഇത് എത്ര വർഷമായി സ്റ്റാർട്ട് ചെയ്തിട്ട് ഹോട്ടലിങ്ങനെ? 27 വർഷത്തോളമായി. ഉണ്ടോ? 27 വർഷമായി ശരിക്കും സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇപ്പോൾ എങ്ങനെ തുടങ്ങിയത് ഇവിടെ? ആദ്യം ബസ്സുകാർക്ക് വേണ്ടി തുടങ്ങി. ഞങ്ങളുടെ അച്ഛന് ചന്ത കയർ കൊണ്ട് പോകുമായിരുന്നു. അപ്പൊ ഇവിടെ അംബിക എന്ന് പറയുന്ന ഒരു ബസ് വരുന്നുണ്ടായിരുന്നു. അതെല്ലാം പോയിക്കൊണ്ടിരുന്നത് ചെങ്ങന്നൂർ അല്ലേ. അപ്പൊ അവിടെ ആ ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുന്ന അതല്ല ജോലിക്കാർക്ക് വേണ്ടി 4 പേർക്ക് അച്ഛൻ ഉച്ചയ്ക്ക് വണ്ടിയെ വന്നേക്കുമ്പോഴത്തേക്ക് അവര് ചോറില്ലാതെ വരുന്നു. ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചോണ്ട് വരും. അപ്പൊ ഇവിടെ അച്ഛൻ പറഞ്ഞു നാളെ മുതൽ അവർക്കൂടെ ചോറ് വെച്ചേക്കാൻ പറഞ്ഞു. അങ്ങനെ അവർക്കൂടെ വേണ്ടി ചോറ്. ഇതെന്റെ ഒരു പെങ്ങളാണ്, എല്ലാം ബന്ധുക്കളാണ്, എല്ലാം ചേട്ടന്റെ ബന്ധുക്കളാണ്. പിന്നെ അങ്ങനെ ആ വണ്ടിക്കാർക്കാണ് ആദ്യം വെക്കുന്നത് 4 പേർക്ക് വെച്ച്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ പാണ്ഡ്യ ഒരാൾ വന്നില്ലേ, തിങ്കളാഴ്ച 5 പിന്നെ 6 പിന്നെ 7 8 പിന്നെ അങ്ങനെ. ഇപ്പൊ എത്രയായി മാക്സിമം? ഇപ്പം 60 ആളുണ്ട്. കൊറോണയ്ക്ക് മുമ്പ് 100-140 ആളുണ്ടായിരുന്നു. ഇപ്പോഴും ഈ കൊറോണ കഴിഞ്ഞപ്പം ഇത്രയും ആളുണ്ട്. അത് മതി. ഞങ്ങളെ കൊണ്ട് മാത്രം കഴിയാവില്ല. മറ്റേത് 150-140 ആകുമ്പോൾ ഞങ്ങൾ ഇവരെ കൊണ്ട് പറ്റത്തില്ല. ഞാൻ ആദ്യം വരുമ്പോ 10-15 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ? അത്രേ ഉള്ളായിരുന്നു, അന്ന് അത്രേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും അപ്പൊ കുടുംബക്കാർക്കൊക്കെ പണിയായി. ഓക്കെ, അപ്പൊ ശരി, താങ്ക് യു. ഞങ്ങൾ ഇറങ്ങുവാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ്. അപ്പൊ ഇനിയും കാണാം. ശരി. അപ്പൊ ഇതാണ് ഞങ്ങൾ രക്ഷപ്പെടുത്തിയത്. താങ്ക് യു. ഇതിൽ പരം നല്ലൊരു ഇത് കിട്ടാനില്ലല്ലോ. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ഫസ്റ്റ് ഫുഡ് വ്ലോഗാണ്. ഒരു ഗ്രേറ്റ് സക്സസ് ആക്കി തരിക. ഓക്കെ, ഹായ് പറഞ്ഞു. ഹായ്.